മഹാത്മജിയുടെ ജന്മദിനത്തിന് പിറ്റേന്ന് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ വ്യത്യസ്തനായ പിണറായിയാണ് കാണാനായത്. ഇടയ്ക്കിടെ പുഞ്ചിരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തപ്പോഴും അദ്ദേഹം CPM-ന്റെ തന്ത്രങ്ങൾക്കും കൗശലങ്ങൾക്കും ഉള്ളിൽ നിന്ന് ശ്രദ്ധയോടെയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ചില ഉത്തരങ്ങളും പ്രസ്താവനകളും ഒരു ദിവസം മുമ്പുള്ള അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന നിലപാടുകളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലും പുഞ്ചിരിയോടെ ചിലതെല്ലാം വ്യക്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തീർച്ചയായും സൗഹൃദപരമായിരുന്നു. ആദർശപരമായ നിലപാടുകൾക്ക് പേരുകേട്ട ഒരു പ്രശസ്ത ഇംഗ്ലീഷ് ദിനപത്രത്തിന് അഭിമുഖം നൽകുമ്പോൾ കടന്നുവന്ന PR ഏജൻസി മേധാവിയോട് കാട്ടിയ സഹിഷ്ണുത തങ്ങളോട് കാട്ടാറില്ലെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോഴും മറ്റു ചില വിഷയങ്ങളിലും അദ്ദേഹത്തിന് ഇഷ്ടക്കേടുണ്ടായില്ല, കോപം വന്നില്ല, ഉച്ചത്തിൽ ചിരിക്കുകയാണ് ചെയ്തത്. പത്രസമ്മേളനത്തിലെ മറ്റു ചില സന്ദർഭങ്ങളിലും ഏറ്റുമുട്ടലില്ലാതെ അത്തരം തന്ത്രങ്ങൾ അദ്ദേഹം ഫലപ്രദമായി പ്രയോഗിച്ചു. മാധ്യമപ്രവർത്തകരെ ക്ഷതപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ടായില്ല. അദ്ദേഹം നന്നായി പെരുമാറി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പ്രകോപിതനാകാൻ തയ്യാറല്ലായിരുന്നു. നിങ്ങൾ ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റമാവുക എന്ന മഹാത്മാവിന്റെ പ്രസിദ്ധമായ ഉദ്ധരണി ഗാന്ധിജിയുടെ ജന്മദിനത്തിന് പിറ്റേന്ന് അദ്ദേഹത്തെ സ്വാധീനിച്ചു. ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയൻ ചിന്തകളിലേക്കും തത്വചിന്തകളിലേക്കും ആകർഷിക്കപ്പെടുക എന്നത് അപൂർവമായ കാര്യമാണ്. പക്ഷേ അസാധ്യമല്ലാത്ത മനസ്സുമാറ്റം. അടുത്ത കാലത്തായി രാഷ്ട്രീയ സാഹചര്യത്തിലെ മാറ്റം പിണറായിയുടെ ചിന്തകളിലും തീരുമാനങ്ങളിലും അതിന്റെ സ്വാധീനം ചെലുത്തിയേക്കാം. തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും 2 തവണ മുഖ്യമന്ത്രി ആവുകയും ചെയ്തെങ്കിലും അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ ജനകീയ അടിത്തറ ഒരു പരിധിവരെ ചുരുങ്ങുകയാണ്. പ്രതിപക്ഷത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. CPM-ൽ പോലും പിണറായിയെ എതിർക്കുന്ന നിരവധി നേതാക്കളുണ്ട്. അധികാര ദുർവിനിയോഗം, പോലീസ് ഭരണവും ആഭ്യന്തര വകുപ്പും കാര്യക്ഷമമല്ലാതായത്, കുടുംബാംഗങ്ങൾ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന ആക്ഷേപം തുടങ്ങിയവ പിണറായി ഭരണത്തിന്റെ പ്രതിച്ഛായയെ ചെറുതായെങ്കിലും ബാധിക്കുന്നതായാണ് കേൾക്കുന്നത്.